വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ പെസറട്ട് ദോശ അല്ലെങ്കിൽ ചെറുപയർ ദോശയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അരച്ച് അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം. മാവ് പുളിപ്പിക്കേണ്ട. അതിന് 2 കപ്പ് ചെറുപയർ, 1 കപ്പ് പച്ചരി, 1 സ്പൂൺ ഉലുവ ഇത്രയും കഴുകി 8 മണിക്കൂർ നേരം കുതിർക്കാനായി വെക്കുക. രാത്രിയിലാണ് കുതിർക്കാൻ വയ്ക്കുന്നതെങ്കിൽ നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കാം. ഇത് കുതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ടോപ്പിങ്ങിനായി 2 ഉരുളക്കിഴങ്ങ് കഴുകി വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ജീരകം, പച്ചമുളക് കൊത്തിയരിഞ്ഞത്, കരിവേപ്പില ചെറുതായി അരിഞ്ഞത്, ലേശം ഉപ്പ് ഇത്രയും നന്നായിട്ട് വഴറ്റി ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അല്പം വെള്ളം ചേർത്ത് നല്ല തിക്ക് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇനി ഇത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിൽ ക്യാപ്സിക്കം ചെറുതായരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായരിഞ്ഞത്, കോളിഫ്ലവർ ചെറുതായരിഞ്ഞത്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഉള്ളി ചെറുതായരിഞ്ഞത്, പച്ചമുളക് ചെറുതായരിഞ്ഞത്, കരിവേപ്പില ചെറുതായരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1/4 സ്പൂൺ ഉപ്പ് ഇത്രയും നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ദോശക്കല്ല് നന്നായിട്ട് ചൂടാവുമ്പോൾ എണ്ണ തടവി ഒരു തവി മാവ് കോരിയൊഴിച്ച് ദോശ പരത്തുക. ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് അടച്ചു വയ്ക്കുക. ദോശയുടെ മുകളിലെ വെള്ളമയം മാറാനാണ്. ഇനി മൂടി തുറന്ന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് മിശ്രിതം ദോശയുടെ മുകളിൽ നന്നായിട്ട് പരത്തുക. ഈ സമയം സ്റ്റൗവ് സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോകും. ഇതിൻ്റെ മുകളിൽ തയ്യാറാക്കി വെച്ച പച്ചക്കറിക്കൂട്ട് വിതറുക. കുറച്ച് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി വിതറുക. 1 സ്പൂൺ എണ്ണ ദോശയുടെ മുകളിൽ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നേരം വീണ്ടും വേവിക്കുക. ഈ ദോശ മറിച്ചിടണ്ട. ടോപ്പിങ്സ് ഒന്നും ഇട്ടില്ലെങ്കിലും പ്ലെയിനായിട്ടും ദോശ ഉണ്ടാക്കാം. ടോപ്പിങ്സ് ഇട്ടാൽ ഒന്നുകൂടി സ്വാദാണ്. ദോശ സാധാരണ തേങ്ങാ ചമ്മന്തി കൂട്ടി കഴിക്കാവുന്നതാണ്.